ഒന്നും സംഭവിക്കില്ല, അങ്ങേക്കൊന്നും സംഭവിക്കില്ല. ഇളയറാണി വന്നാലും ശ്രദ്ധിച്ച്, സാവധാനം സാവധാനം. അവിടെ ആശങ്കപ്പെടാതിരിക്കൂ. നമ്മൾ എല്ലാവരും സുരക്ഷിതരാണ്. അവിടെ ഇപ്പോൾ വിശ്രമിച്ചാലും നമ്മുടെ രൂപവതി രൂപവതി അരുന്ധതി രൂപവതി എവിടെയാണ്? രൂപവതി രൂപവതി രൂപ ഈ അവസ്ഥയിൽ എവിടെ പോയിട്ടുണ്ടാവും? അവളിവിടെ ഉണ്ടാവുമല്ലോ. അസുഖമായിരുന്നല്ലോ. നമ്മുടെ രൂപവതി അബോധാവസ്ഥയിലായിരുന്നില്ല അരുന്ധതി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ എവിടെ പോവാനാണ്? അരുന്ധതി, ഇതിന്റെ അർത്ഥം രൂപവതി ആരോ അപഹരിച്ചിട്ടുണ്ട്. നിനക്കും അത് തോന്നുന്നില്ല അരുന്ധതി? എങ്കിൽ പിന്നെ വരൂ അരുന്ധതി. ശാന്തമായാലും നമ്മെ വിശ്വസിക്കൂ. ശാന്തമായാലും നാം ഇവിടെ ഉള്ളപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ആർക്കും അവളെ അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരിക്കലും നാം അതിനെ അനുവദിക്കില്ല. ഒരിക്കലും. റാണി ഇരുന്നാലും ഇരിക്കൂ. റാണി ഇവിടെ ശാന്തമായിരിക്കും. എവിടേക്കും പോവരുത്. രൂപവതി, നമ്മുടെ പുത്രി എവിടേക്കാണ് പോയത്? നീ എവിടേക്കാണ് പോയത് രൂപവതി? രൂപവതി, ആരാണ് നീ? പറയോ, ആരാണ് നീ? നാം വൈദ്യ സമൂഹത്തിന്റെ ഭാവി പ്രധാനിയാണ്. വൈദ്യനോ? നിനക്ക് ഇതുപോലെ അറിയില്ലേ? വൈദ്യന് ഒരിക്കലും രൂപനഗരത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നമുക്കതറിയാം. അതുപോലെ അനേകം കാര്യങ്ങളും അറിയാം. പക്ഷെ ഇപ്പോൾ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം തന്നെ മതിയാകൂ. ഇവിടെ വെച്ച് ചോദ്യമോ? നീ കേൾക്കുന്നില്ലേ? ചുറ്റുപാട് നടക്കുന്ന ബഹളങ്ങളൊന്നും നീ കേൾക്കുന്നില്ലേ? ഇതുപോലുള്ള അനേകം ബഹളങ്ങൾ കേട്ടതിന് ശേഷമാണ് നാം ഇവിടെ വന്ന് നിൽക്കുന്നത് മഹാരാജൻ വിക്രമദേവൻ. ഇനി അങ്ങ് പറഞ്ഞാലും, അങ്ങ് നമ്മുടെ പിതാവിനെ വധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങ് എന്തിനാണ് അദ്ദേഹത്തെ വധിച്ചത്? നാമാണോ നിന്റെ പിതാവിനെ വധിച്ചത്? അതെ. ഇന്ന് അങ്ങേക്ക് നമ്മിൽ നിന്ന് ഒന്നും മറക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അങ്ങ് തന്നേ മതിയാകൂ. അതുവരെയും അങ്ങേക്ക് ഈ അറയിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. നിനക്ക് നിന്റെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ ഈ നിരർത്ഥകമായ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം നൽകില്ല. നമുക്കതിനുള്ള സമയമില്ല. നമ്മുടെ പ്രജകൾ അവിടെ വിലപിക്കുകയാണ്. നമുക്ക് പോയേ പറ്റൂ. മാറി നിൽക്കില്ല. പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവരേക്കും നാം അങ്ങേ പുറത്തേക്ക് വിടില്ല. അങ്ങ് ഇവിടെ തന്നെ നിന്നാലും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നാലും അങ്ങാണ് നമ്മുടെ പിതാവിന്റെ ഹത്യ നടത്തിയത്. അതെന്തിനു വേണ്ടിയാണ്? അത് പറയൂ, നമ്മോട് പറയൂ. ഈ ചിഹ്നം നീ ഓർത്തു വെക്കണം. ആരുടെ ശരീരത്തിലാണോ ഈ ചിഹ്നമുള്ളത്, അവനായിരിക്കും രാജകുമാരിയുടെ രക്ഷകൻ. അത് മറക്കരുത്. ആരാണ് നീ? ആരാണെന്ന് പറയോ. നീ ആരാണെന്ന് നമ്മോട് പറയൂ. അപ്പോൾ അങ്ങ് നമ്മെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? നാം വൈദ്യ സമൂഹത്തിലെ പ്രധാനിയുടെ പുത്രനായ ദേവദത്തൻ. ഇല്ല, നമുക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം അറിയാം. അത് നീയാണ് നമ്മുടെ പുത്രിയുടെ രക്ഷകൻ. നീ രൂപവതിയുടെ രക്ഷ നിർവഹിക്കുമോ? വാക്ക് നൽകൂ, വാക്ക് നൽകൂ. എന്ത്? അങ്ങ് എന്താണ് ഈ പറയുന്നത്? നാം എന്തിനാണ് അങ്ങയുടെ പുത്രിയുടെ രക്ഷകനാകുന്നത്? ഈശ്വരന്റെ ആജ്ഞയാണത്. നമുക്കൊരു കാര്യം മാത്രമേ അറിയാവൂ. നീ നമ്മുടെ പുത്രിയുടെ രക്ഷ നിർവഹിക്കും. കേൾക്കൂ, കേൾക്കൂ. കൂടുതൽ വിശദീകരിക്കാൻ നമ്മുടെ പക്കൽ സമയമില്ല. നീ നമ്മുടെ പുത്രിയുടെ രക്ഷ നിർവഹിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് വാക്ക് നൽകണം. പറയൂ, നമുക്ക് വാക്ക് നൽകൂ, വാക്ക് നൽകൂ. നമുക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. സ്വന്തം പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ചതിയുടെ കൂട്ടുപിടിക്കുകയാണ്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കൂ മഹാരാജൻ വിക്രമദേവൻ. അങ്ങേക്ക് വൈദ്യന്മാരെ ചതിയിലൂടെ അകപ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മെ വധിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മെ വധിച്ചുകൊള്ളൂ. അതിനു മുമ്പ്
നമുക്കൊരു അപേക്ഷയുണ്ട്. നീ നമ്മുടെ പുത്രിയുടെ രക്ഷ നിർവഹിക്കണം. നമ്മുടെ പുത്രിയെ രക്ഷിച്ചാലും ഇവിടെ കൊട്ടാരത്തിനകത്തും പുറത്തും ഇത്രയും ശത്രുക്കൾക്കിടയിൽ പുഷ്പം പോലെയുള്ള നമ്മുടെ പുത്രിയുടെ ജീവൻ അവസാനിക്കും. അതിനു മുമ്പേ അവളെ രക്ഷിച്ചാലും പറയൂ, അവളെ രക്ഷിക്കില്ലേ? പറയൂ, നമ്മോട് പറയൂ. പിതാശ്രീ, പിതാശ്രീ, പിതാശ്രീ. അതിനർത്ഥം നമ്മുടെ ആ ദുസ്വപ്നം സത്യമായിരുന്നു. ഈ വൈദ്യൻ തന്നെയാണ് പിതാശ്രീയുടെ ശത്രു. വിടൂ, നമ്മുടെ പിതാശ്രീയെ വിടൂ, വിടാൻ. നീ ഇത്രയും നീചനാണോ? നമ്മുടെ പിതാശ്രീയെ വധിക്കുന്നതിന് വേണ്ടി നീ വേഷം മാറി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. എന്തിനാണെന്ന് പറയൂ. എന്താണ് വേണ്ടത്? ഓ, നീ രാക്ഷസി ജോഡിലയുടെ സഹായിയാണല്ലേ? സത്യമല്ലേ പറഞ്ഞത്? നീ തന്നെയല്ലേ അവൾക്ക് കൊട്ടാരത്തിലേക്ക് വരാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തത് അല്ലേ? അല്ലല്ല, നീ മിണ്ടാതിരിക്കോ. നമ്മുടെ പക്കൽ സമയമില്ല രൂപവതി. പിതാശ്രീ അങ്ങേക്ക് അറിയില്ലായിരിക്കും. അങ്ങേക്കൊന്നും അറിയില്ല. ഈ വ്യക്തി വളരെ വലിയൊരു വഞ്ചകനാ. ഇവനെ വിശ്വസിച്ചുകൊണ്ട് നാം എത്ര വലിയ തെറ്റാ ചെയ്തത് അതങ്ങേ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഈ വ്യക്തിയാണ് നമ്മെ വനത്തിൽ നിന്നും സുരക്ഷിതമായി കൊട്ടാരത്തിലേക്ക് എത്തിച്ചത്.